ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ റെക്കോർഡ് പോളിംഗ് 74.51% ഇവിടുത്തെ പോളിംഗ്. പഞ്ചായത്ത് തലത്തിൽ 76% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വീറും വാശിയും പ്രകടമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്താംകോട്ട ബ്ലോക്കിലും പഞ്ചായത്ത് വാർഡുകളിലും മികച്ച പോളിംഗ്. ശക്തമായ ത്രികോണപ്പോര് നടന്ന ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് 15 ഡിവിഷനുകളിലായി ആകെ 74.51% പേർ വോട്ട് രേഖപ്പെടുത്തി. പഞ്ചായത്ത് തലത്തിൽ ഏകദേശം 76% കണക്ക്. ബ്ലോക്ക് പരിധിയിലെ 7 പഞ്ചായത്തുകളിലായി ആകെ 1,77,429 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 1,31,463 പേരാണ് വോട്ടവകാശം വിനിയോഗിച്ചത്. 45,966 പേർ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഇത്തവണ സ്ത്രീ വോട്ടർമാർ സജീവമായി വോട്ട് രേഖപ്പെടുത്തിയെന്നതാണ് കണക്ക് വ്യക്തമാക്കുന്നത്. 71,761 സ്ത്രീകൾ വോട്ട് ചെയ്തു. 59,702 പുരുഷന്മാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് ശക്തമായ മത്സരമാണ് നടന്നത്. നിലവിൽ LDF ആണ് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. കാറ്റ് എങ്ങോട്ട് വീശും എന്നതിൽ നേതാക്കൾക്കും നിശ്ചയമില്ല. ആദ്യമായി BJP അക്കൗണ്ട് തുറക്കുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിലും നല്ല പോളിംഗ് ആണ് നടന്നത്. LDF, UDF, BJP ത്രികോണ മത്സരമാണ് നടന്നത്. പോരുവഴി, ശൂരനാട് വടക്ക്, മൈനാഗപ്പള്ളി എന്നീ പഞ്ചായത്തുകളിലെ ചില വാർഡുകളിൽ SDPയും ശക്തമായിരുന്നു. ശാസ്താംകോട്ട പഞ്ചായത്തിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് മുതുപിലാക്കാട് വാർഡിലാണ്. 78.5% പോളിംഗ്. പനപ്പെട്ടിയിൽ 77.24, സിനിമാ പറമ്പിൽ 69.5 എന്നിങ്ങനെ പോളിംഗ് രേഖപ്പെടുത്തി. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി പടിഞ്ഞാറ് വാർഡിൽ 83% എന്ന റെക്കോർഡിലെത്തി. കുറവ് ഇടവനശ്ശേരി തെക്കാണ്, 67.1%. പടിഞ്ഞാറേക്കല്ലട വലിയപാടം കിഴക്ക് വാർഡിൽ 80.9% ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. പോരുവഴി പഞ്ചായത്തിൽ അമ്പലത്തും ഭാഗത്തും കമ്പലടിയിലും 80.59% റെക്കോർഡ് പോളിംഗ് നടന്നു. ശൂരനാട് തെക്ക് പഞ്ചായത്തിൽ ആയിക്കുന്നം, ഇഞ്ചക്കാട് വാർഡുകളിൽ യഥാക്രമം 81.56, 80.18% എന്നിങ്ങനെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. ശൂരനാട് വടക്ക് പുലിക്കുളത്ത് 80.6% എന്ന റെക്കോർഡ് പോളിംഗ് നടന്നു. വിമതരുൾപ്പെടെ കടുത്ത മത്സരം നടന്ന കുന്നത്തൂർ പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. തുരുത്തിക്കരയിൽ 80.73%, ഐവർക്കാല നടുവിൽ 80.21% രേഖപ്പെടുത്തി. പുത്തനമ്പലം വാർഡിൽ 70.68, ആറ്റുകടവ് 78.56, പുത്തനമ്പലം കിഴക്ക് 71.58 എന്നതാണ് പോളിംഗ് നിരക്ക്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.